ആകാശഭൂമികളെയും അവക്കിടയിലുള്ള എല്ലാത്തിനെയും 6 നാൾ കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ച കഥ കൂട്ടുകാർ കേട്ടില്ലേ? പിന്നെ കുറേ നാളുകൾക്ക് ശേഷം അള്ളാഹു ആകാശത്ത് വെളിച്ചത്തിൽ നിന്ന് ഒരു കൂട്ടരെ ഉണ്ടാക്കി. അവരാണ് മലക്കുകൾ, നക്ഷത്രങ്ങളെക്കാൾ തിളക്കമുള്ള മാലാഖമാർ. മലക്കുകൾ അള്ളാഹുവിൻ്റെ സേവകരാണ്. അള്ളാഹു കൽപ്പിക്കുന്നതെന്തും ചെയ്യുന്ന, കൽപ്പിക്കാത്തതൊന്നും ചെയ്യാത്ത വിശ്വസ്തരും വിനീതരുമായ സേവകർ. ഓരോ ജോലിക്കും ഓരോ മലക്കുകളുണ്ട്. കാറ്റു വീശാൻ ഒരു മലക്ക്, മഴ പെയ്യിക്കാൻ ഒരു മലക്ക്, അങ്ങനെ എല്ലാ ജോലികളും അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം ചെയ്യുന്നവരാണ് മലക്കുകൾ. വേറൊരു കൂട്ടരുണ്ട്. അവരെ അള്ളാഹു തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ആരാണെന്നറിയാമോ? ജിന്നുകൾ. അവർ മലക്കുകളെ പോലെയല്ല. അവരിൽ നല്ലവരും ചീത്തയുമായവരുണ്ട്. അക്കൂട്ടത്തിൽ ഒരു ജിന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഇബ്ലീസ്. മലക്കുകളെയും ജിന്നുകളെയും ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. അവരെ അള്ളാഹുവിന് മാത്രമേ കാണാൻ പറ്റൂ. ഈ പ്രപഞ്ചത്തെയും മലക്കുകളെയും ജിന്നുകളെയും സൃഷ്ടിച്ച ശേഷം അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. അവൻ മലക്കുകളെല്ലാം വിളിച്ചുകൂട്ടി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു. അത് കേട്ട് മലക്കുകൾ താഴെ ഭൂമിയിലേക്ക് നോക്കി. പരസ്പരം വഴക്ക് കൂടുന്ന കുറേ ജീവജാലങ്ങളെയാണ് ഭൂമിയിൽ കണ്ടത്. ഇത് കണ്ട മലക്കുകൾ ചോദിച്ചു, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെയും തമ്മിലടിക്കുന്നവരെയുമാണോ നീ സൃഷ്ടിക്കാൻ പോകുന്നത്? അള്ളാഹുവിനെ വാഴ്ത്താനും പ്രകീർത്തിക്കാനും ഞങ്ങളില്ലേ? പിന്നെ എന്തിനാണ് ഇനിയൊരു കൂട്ടർ? അള്ളാഹു ഒറ്റ ഉത്തരമേ പറഞ്ഞുള്ളൂ, നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയുന്നുണ്ട്. ശുദ്ധരും നിഷ്കളങ്കരുമായ മലക്കുകൾക്ക് ആ ഉത്തരം മതിയായിരുന്നു. അള്ളാഹു മലക്കുകളോട് ഭൂമിയുടെ പല ഭാഗത്തു നിന്നും മണ്ണ് കൊണ്ടുവരാൻ പറഞ്ഞു. അവർ വേഗം തന്നെ മണ്ണ് കൊണ്ടുവന്നു. കറുപ്പും വെളുപ്പും മഞ്ഞയും ചുവപ്പും കലർന്ന മണ്ണ്. ആ മണ്ണിൽ വെള്ളമൊഴിച്ച് അത് കുഴമ്പ് രൂപത്തിലാക്കി. അതുകൊണ്ട് ഒരു മനുഷ്യരൂപമുണ്ടാക്കി. അവൻ മലക്കുകളോടും ജിന്നുകളോടും പറഞ്ഞു, ഈ രൂപത്തിന് ഞാൻ ജീവൻ നൽകും. അപ്പോൾ നിങ്ങളെല്ലാവരും അതിനെ സുജൂദ് ചെയ്യണം. അവർ സമ്മതിച്ചു. അങ്ങനെ മണ്ണുകൊണ്ടുണ്ടാക്കിയ ആ മനുഷ്യരൂപത്തിൽ അള്ളാഹു ഒന്ന് ഊതി. അപ്പോൾ ആ രൂപം അനങ്ങി. ജീവന്റെ മിടിപ്പ്. അത് ശ്വസിക്കാനും ഉച്ഛ്വസിക്കാനും തുടങ്ങി. അങ്ങനെ പ്രപഞ്ചത്തിലെ ആദ്യ മനുഷ്യനുണ്ടായി. കൂട്ടുകാർക്ക് ആദ്യത്തെ മനുഷ്യൻ ആരാണെന്നറിയാമോ? ആദം അലൈഹിസ്സലാം. ആദ്യത്തെ മനുഷ്യനും ആദ്യത്തെ പ്രവാചകനുമാണ് ആദം. എല്ലാ മലക്കുകളും ജിന്നുകളും ആദം അലൈഹിസ്സലാമയെ സുജൂദ് ചെയ്തു. പക്ഷേ ഒരാൾ മാത്രം സുജൂദ് ചെയ്യാതെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു ഇബ്ലീസ്. ഇബ്ലീസിനോട് അള്ളാഹു ചോദിച്ചു, എന്റെ കൈകൊണ്ട് സൃഷ്ടിച്ച ആദമിനെ നീ സുജൂദ് ചെയ്യാത്തത് എന്തുകൊണ്ട്? ഇബ്ലീസ് അഹങ്കാരത്തോടെ പറഞ്ഞു, ഞാൻ അവനേക്കാൾ മിടുക്കനാണ്. എന്നെ നീ തീ കൊണ്ട് സൃഷ്ടിച്ചപ്പോൾ അവനെ വെറും മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ എന്തിന് അവനെ സുജൂദ് ചെയ്യണം? ഇത് കേട്ട് അള്ളാഹു ഇബ്ലീസിനോട് പറഞ്ഞു, പോ പുറത്ത്. ലോകാവസാനം വരെ എന്റെ ശാപം നിന്റെ മേലുണ്ടാക്കും. ഇബ്ലീസ് അവിടെ നിന്ന് പോയി. പക്ഷേ പോകുന്നതിന് മുമ്പ് പിശാച് അള്ളാഹുവിനോട് ഒരു ആവശ്യം പറഞ്ഞു, എന്നെ ലോകാവസാനം വരെ വെറുതെ വിടൂ. ഞാൻ മനുഷ്യരെ അള്ളാഹുവിൽ നിന്ന് അകറ്റും. അവരെ അവരോട് തന്നെ കരുണയില്ലാത്തവരാക്കും. പക്ഷേ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന അള്ളാഹു അപ്പോൾ ഇബ്ലീസിനോട് പറഞ്ഞു, നീ നിന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ശ്രമിച്ചുകൊള്ളുക. പക്ഷേ എന്നിൽ സത്യസന്ധമായി വിശ്വസിക്കുന്ന ഒരാളും നീ പറയുന്നത് അനുസരിക്കില്ല. അവരെ സഹായിക്കാൻ ഞാൻ എപ്പോഴും തയ്യാറായിരിക്കും. ഞാൻ അവരെ എല്ലായ്പ്പോഴും സംരക്ഷിക്കും. നിനക്ക് അവരുടെ മേൽ ഒരു ശക്തിയും ഉണ്ടാകില്ല. ആ ദിവസം മുതൽ ഇബ്ലീസും അവന്റെ കൂട്ടാളികളും ശൈത്താൻ എന്നറിയപ്പെട്ടു. അവർ മനുഷ്യരുടെ ഏറ്റവും വലിയ ശത്രുവായി. പക്ഷേ കൂട്ടുകാർ, അള്ളാഹു പറഞ്ഞത് ഓർക്കണം. അള്ളാഹുവിൽ നേരോടെ വിശ്വസിക്കുന്ന ആരെയും ഇബ്ലീസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളെല്ലാവരും നല്ല കുട്ടികളായി മാതാപിതാക്കളും അധ്യാപകരും ഉസ്താദുമാരും പഠിപ്പിക്കുന്നതനുസരിച്ച് ജീവിക്കുമ്പോൾ ഇബ്ലീസ് തോറ്റ് നാണിച്ചു പൊയ്ക്കോളും. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അവന്റെ വിശ്വസ്തരായ ദാസന്മാരായി സന്തോഷത്തോടെ, സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ ജീവിക്കണം നമ്മൾ. ഇൻഷാ അല്ലാഹ് ബിതൗഫീഖില്ലാഹ്.